ഞാനപ്പോൾ ഒരു ഷോർട്ട് വിസിറ്റിന് വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നേ, വയനാട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ ഡാഡീൻ്റെ കൂടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കുറച്ച് കാപ്പിയൊക്കെ ഉണ്ട്. അപ്പം ഡാഡി അതൊക്കെ പറിപ്പിക്കുന്ന തിരക്കിലാട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടാണ് എൻ്റെ ഡാഡി. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് കാപ്പിയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് പറിക്കാനായിട്ട് നമുക്ക് ഒരാളുടെ ഹെൽപ്പൊക്കെ മതി കേട്ടോ. അപ്പോൾ ഒരു ഹെൽപ്പർ ചേട്ടനും ഉണ്ട്. അപ്പം അതൊക്കെ പറിക്കണം. നമ്മുടെ നമ്മുടെ വീടിൻ്റെ പുറകിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ പേരുടെ സഹായമൊക്കെ ആവശ്യമുണ്ട്. അപ്പം ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കാപ്പിയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കൊണ്ട് തന്നെ പറിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ജൂഡും ഏടൊക്കെ അത് നോക്കി നിൽക്കുക കേട്ടോ. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും പറമ്പിൽ കൂടെ നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കിതൊക്കെ ഇടയ്ക്കൊന്ന് വാരാനും പെറുക്കാനും അങ്ങനെയുള്ളത്തെ പറമ്പിലെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇച്ചായനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വയനാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ നമുക്കൊരു നേച്ചറായിട്ട് കൂടുതൽ നമുക്ക് ഇൻട്രാക്റ്റ് ആവാൻ പറ്റും. കാരണം നമുക്ക് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നടക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് തന്നെ ജോലിക്കുട്ടനൊരു പാളയൊക്കെ കിട്ടി ട്ടോ. അപ്പോൾ ആൾ വേഗം അതുകൊണ്ട് സെറ്റാക്കി വെക്കുകയാണ്. കാരണം ആൾക്ക് നമ്മൾ പാള വലിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. അപ്പോൾ അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വേഗം വീട്ടിലേക്ക് കൊണ്ട് സെറ്റാക്കി വെക്കുക ട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പം നമ്മുടെ റബ്ബറൊക്കെ ഇവിടെ പാലൊക്കെ ഒന്ന് സെറ്റാക്കി ഇരിപ്പുണ്ട്. ആദ്യമൊക്കെ നമ്മൾ പാലൊക്കെ എടുത്ത് റബ്ബർ ഷീറ്റൊക്കെ അടിച്ചിട്ടായിരുന്നു നമ്മൾ വിൽക്കുന്നത്. ഇപ്പം നമ്മൾ അങ്ങനൊന്നും ചെയ്യാറില്ല. ഈസിക്ക് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ വെച്ച് കഴിയുമ്പം ഇതിങ്ങനെ കട്ടയാവും. അപ്പോൾ കട്ടയായി കഴിയുമ്പോൾ ഒട്ടുപാൽ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അത് വിൽക്കുകയാണ് ചെയ്യുക. ഇത് കണ്ടോ, ഇപ്പോൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടില്ല. പക്ഷെ നല്ലൊരു നനവ്, നമുക്ക് നല്ലൊരു കൂളിംഗ് ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന പണിയൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ കിള്ളിയെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും.